ിലും ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് നേരത്തെ തന്നെ അറിയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ നൽകി. ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രികാലം നാം ചിന്തിച്ചു തുടങ്ങിയ ഭാഗങ്ങൾ, അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഈ ചിന്തകൾ ആരംഭിച്ചത്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ മനുഷ്യന് 3 ഘടകങ്ങൾ ഉള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആത്മാവ്, മനസ്സ് അഥവാ പ്രാണൻ, ശരീരം. ഈ 3 ഘടകങ്ങളുള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്നുള്ളതിന് തെളിവാകുന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ വായിൽ നിന്നുള്ള ശ്വാസം വന്ന് മനുഷ്യനെ തട്ടിയപ്പോൾ, മണ്ണിൽ തട്ടിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുവാനിടയായി. ആ 3 ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ വചനം നമ്മിൽ ക്രിയ ചെയ്യുമ്പോഴാകുന്നു, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോഴാകുന്നു ഈ 3 ഘടകങ്ങൾ വിഭജിക്കപ്പെടുന്നത്. എബ്രായ ലേഖനം 4:12 നാം വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമറ്റകളെ വേർപിടിപ്പിക്കും വരെ ഡിവൈഡ് ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഡിവിഷൻ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൃപയാല് യേശുവിലായിരിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ആത്മാവ് സജീവമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മാവ് സജീവമായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മിൽ വർത്തമാനകാല രക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർത്തമാനകാല രക്ഷ മനസ്സുമായുള്ള ബന്ധത്തിലാണ്, പ്രാണനുമായുള്ള ബന്ധത്തിലാണ്. മനസ്സിന്റെ രൂപാന്തരീകരണമാണ് വർത്തമാനകാല രക്ഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂമ എന്ന വാക്കാണ് സ്പിരിറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂമയിൽ, സ്പിരിറ്റിൽ, ആത്മാവിൽ കോൺഷ്യൻസ് ഉണ്ട്, ഇൻറ്റ്യൂഷൻ ഉണ്ട്. അതോടൊന്നിച്ച് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു കമ്മ്യൂണിയൻ ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. മനസ്സ്, പ്രാണൻ, സോൾ റിലത്തിൽ, സൂക്ക എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോൾ റിലത്തിൽ അനേകം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. മോട്ടിവേഷൻ ഉണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, മെമ്മറീസ് ഉണ്ട്, വില്ലുണ്ട്, ഇമോഷൻസ് ഉണ്ട്. അനേകം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വിശാലമാകുന്ന സമുദ്രതുല്യമാകുന്ന ഇടമാണ് മനസ്സ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ പ്രാണൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിന്റെ 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങളെ കുറിച്ചും നാം കേൾക്കുവാനിടയായ റിസപ്ഷൻ, എക്സ്പ്രഷൻ ആൻഡ് റിയാക്ഷൻ. അങ്ങനെ ഈ 3 ഘടകങ്ങളുടെ ഹോൾനെസ്സിലേക്ക് വരുമ്പോഴാകുന്നു നമുക്ക് ജീവിതത്തിന്റെ ഗുണമേന്മ അനുഭവിക്കുവാൻ കഴിയുന്നത്. നാം കേവലം ഒരു ശരീരമല്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം ജീവിക്കരുത്. നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ നിത്യത, ആത്മാവ് മരണമില്ലാത്തതാണ്. ഈ ശരീരം ചില കാലങ്ങൾ കഴിയുമ്പോൾ ഇതിന് ക്ഷയമുണ്ടാകും. ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപെടുവാൻ ഇടവരും. കേവലം ഈ ശരീരത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി അല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മാവിന്റെ നിത്യത, ആത്മാവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയുള്ളവരാണ് നാം ഓരോരുത്തരും. നാം ഒക്കെയും ഓരോ ആത്മാക്കളാകുന്നു. ആ ആത്മാവ് ഇപ്പോൾ പാർക്കുന്ന കേവലം ഒരു വീട് മാത്രമാണ് നമ്മുടെ ശരീരം. ഈ 3 ഘടകങ്ങളും, ആത്മാവ്, മനസ്സ്, ശരീരം, ആ 3 ഘടകങ്ങളും ആ ഹോൾനെസ്സിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് സ്വർഗം അനുഭവിക്കുവാൻ കഴിയും. ആരും സ്വർഗത്തിൽ പോയിട്ട് സ്വർഗത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കരുത്. ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് സ്വർഗം അനുഭവിക്കുവാൻ കഴിയും. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് തന്നെ സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും സ്വർഗം കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ നമ്മോട് ഇടപെടുമാറാകട്ടെ. നമ്മുടെ മനസ്സ് വിശാലമാകുന്ന ഒരു ഇടമാകുന്നതിനാൽ അവിടെ വസ്തുക്കൾക്ക് ഇടമുണ്ട്, സംഭവങ്ങൾക്ക് ഇടമുണ്ട്. അതോടൊന്നിച്ച് തന്നെ വ്യക്തികൾക്ക് മനസ്സിൽ ഇടമുണ്ട്. ആ നിലയിൽ നാം മനസ്സിനെ സമീപിക്കുമ്പോൾ മനസ്സിനെ 3 ഘടകങ്ങളായിട്ട് നമുക്ക് വിഭജിക്കുവാൻ കഴിയും. ബോധ മനസ്സെന്നും അബോധ മനസ്സെന്നും നമുക്ക് വിഭജിക്കുവാൻ കഴിയും. ആ അബോധ മനസ്സൊരു ഇരുണ്ട അറയാണ്. അബോധ മനസ്സിലുള്ളത് ഓർമ്മയിൽ വരാറില്ല. അബോധ മനസ്സ് നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ ഇടപെടലുകളെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ മനോഭാവങ്ങളെയൊക്കെ അബോധ മനസ്സ് സ്വാധീനിക്കുവാൻ ഇടയുണ്ട്. അബോധ മനസ്സിലുള്ളതിനെയും പുറത്തു കൊണ്ടുവരുവാൻ യേശു പ്രാപ്തിയുള്ളവനാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളുണ്ട്. എങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുവാനിടയായി. 1 ഇമോഷൻസ്, വികാരങ്ങൾ. 2 ഇമാജിനേഷൻസ്, 3 ഓർമ്മകൾ. ഈ 3 ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ 3 മേഖലയിൽ
നമുക്ക് ഒരു നിയന്ത്രണം ലഭിക്കുകയാണ് എങ്കിൽ മനസ്സിനെ ഏതാണ്ട് നമുക്ക് ശക്തമാക്കുവാൻ കഴിയും. നമ്മുടെ മനസ്സ് സ്ട്രോങ് ആകുവാൻ ഇടവരും. നമ്മൾ മനോബലമുള്ളവരായി തീരുവാൻ ഇടവരും. നമ്മുടെ മനസ്സിൻ്റെ മേൽ നമുക്കൊരു നിയന്ത്രണം ലഭിക്കും. അതിൽ ആദ്യത്തെ ഘടകമാണ് ഞാൻ ഇന്നലെ പരാമർശിച്ച ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു. നിങ്ങൾ ഏത് സംഭവങ്ങളോടും പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ ഇമോഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആദ്യത്തെ ഇമോഷനാണ് വീണ്ടും സെക്കൻഡറി ഇമോഷൻസും പിന്നീട് പല ഇമോഷൻസും അതുമായി ബന്ധപ്പെട്ട് പല ഇമോഷൻസും ആ ആദ്യം പുറപ്പെടുവിക്കുന്ന ഇമോഷൻ അതിനെ സ്വാധീനിക്കുവാനിട വരും. അങ്ങനെയുള്ളത് കൊണ്ട് മനഃപൂർവ്വമായിട്ട് നമ്മൾ ആദ്യമായി പുറപ്പെടുവിക്കുന്ന ഇമോഷൻസ്, മനോഭാവം, റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ വളർത്തിയെടുത്തതിന് ശേഷം ഏത് സംഭവം ഉണ്ടായാലും ഒരു ശരിയായ ഇമോഷൻ പുറപ്പെടുവിക്കുവാൻ മനഃപൂർവ്വം തയ്യാറാകുക. ആമേൻ. അങ്ങനെ നാം തയ്യാറാകുമ്പോൾ നമുക്ക് ആ വികാരങ്ങളുടെ മണ്ഡലത്തിൽ ഒരു നിയന്ത്രണം ലഭിക്കുവാൻ ഇടവരും. മറിച്ച് നമ്മിൽ നിന്നൊരു തിന്മ നിറഞ്ഞ വികാരം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ അനലൈസ് ചെയ്തതിന് ശേഷം ആ തിന്മ നിറഞ്ഞ വികാരത്തെ നാം പുറത്തു കളയണം. ഇവിടെയാണ് ബഹിഷ്കരിക്കുക, നിക്ഷേപിക്കുക എന്ന ഒരാശയം വരുന്നത്. നമുക്ക് എല്ലാവർക്കും ബഹിഷ്കരിക്കുവാനും നിക്ഷേപിക്കുവാനുമുള്ള കഴിവുണ്ട്. നമുക്ക് ചില കാര്യങ്ങളെ മനസ്സിൽ ഡിപ്പോസിറ്റ് ചെയ്യുവാൻ കഴിയും, ചില സംഭവങ്ങളെ ഡിപ്പോസിറ്റ് ചെയ്യുവാൻ കഴിയും. അതോടൊന്ന് തന്നെ ചില കാര്യങ്ങളെ നമുക്ക് ബഹിഷ്കരിച്ച് കളയുവാൻ, നമ്മൾ അതിനെ ഡിപ്പോസിറ്റ് ചെയ്തില്ല, നമ്മൾ അതിനെ തള്ളിക്കളയുവാൻ ഇടവരും. നമ്മെ വേദനിപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ നിക്ഷേപിക്കും. നമ്മളെ ദുഃഖിപ്പിച്ച സംഭവങ്ങൾ നമ്മൾ നിക്ഷേപിക്കും. സന്തോഷം വരുത്തിയ സംഭവങ്ങളും നിക്ഷേപിക്കുവാൻ സാധ്യതയുണ്ട്. നാം ബോധപൂർവം മനസ്സിന്റെ സൗഖ്യം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഗുണമേന്മയെ ബാധിക്കുന്നതാകുന്നതിനാൽ ബോധപൂർവമായിട്ട് തിന്മ നിറഞ്ഞതിനെ എല്ലാം അപ്പോൾ തന്നെ ബഹിഷ്കരിക്കുവാൻ പഠിക്കണം. ബഹിഷ്കരിച്ചതിന് ശേഷം നല്ലത് മാത്രം മനസ്സിൽ നിക്ഷേപിക്കുവാൻ പഠിക്കണം. എന്നെ ഒരാൾ കഴുത എന്ന് വിളിക്കുകയാണ് എങ്കിൽ എനിക്കതിനോട് നിക്ഷേപിക്കുന്നതിലൂടെ അവൻ എന്നെ കഴുതയെന്ന് വിളിച്ചു എന്ന ആ മനോഭാവത്തോടുകൂടെ അവനോട് പകയോടും പിണക്കത്തോടും കൂടെ എനിക്ക് ആ സംഭവത്തെ മനസ്സിൽ നിക്ഷേപിക്കുവാൻ കഴിയും. എനിക്ക് എങ്ങനെ അതിനെ ബഹിഷ്കരിക്കുവാൻ കഴിയും? എനിക്ക് മനസ്സിലായി, എന്നെ അവൻ മിസ്റ്റർ എക്സ് എന്നെ കഴുതെന്ന് വിളിച്ചത് കൊണ്ട് മിസ്റ്റർ എക്സിനെതിരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിനകത്ത് തിന്മ നിറഞ്ഞ വികാരങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അതുമൂലം കേടുവരുന്നത് എനിക്ക് തന്നെയാണ്. എൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്നു, എൻ്റെ ചിന്താമണ്ഡലങ്ങളെ അത് സ്വാധീനിക്കുന്നു. വീണ്ടും എക്സിനെ കാണുമ്പോൾ എനിക്കതിനോട് വാശി ഉണ്ടാകുന്നു, പ്രതികാര ചിന്ത ഉണ്ടാകുന്നു. എൻ്റെ വ്യക്തിത്വത്തെ തന്നെയാണ് ബാധിക്കുന്നത്, എനിക്ക് തന്നെയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഗുണമേന്മയെ തന്നെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള സത്യം ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്നതിനാൽ ഞാൻ അതിനെ ബഹിഷ്കരിക്കുവാൻ തയ്യാറാകും. എങ്ങനെ എനിക്കതിനെ ബഹിഷ്കരിക്കുവാൻ തയ്യാറാകും? ആ ബഹിഷ്കരണ പദ്ധതി പല നിലകളിൽ അവരവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, മിസ്റ്റർ എക്സ് എന്നെ കഴുത എന്ന് വിളിക്കുമ്പോൾ എനിക്കതിനെ ബഹിഷ്കരിക്കുവാൻ കഴിയും. ഒന്ന്, മിസ്റ്റർ എക്സിനെ അനുഗ്രഹിക്കുന്നതിലൂടെ, മിസ്റ്റർ എക്സിനോട് ക്ഷമിക്കുന്നതിലൂടെ, എൻ്റെ മനസ്സിനോട് തന്നെ പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 131 സങ്കീർത്തനം നിങ്ങളുടെ നടുവിൽ വായിച്ചതാണ്. ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ 131 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുക. Lord, my heart is not haughty, nor my eyes lofty. Yes. Neither do I concern myself with great matters. Yes. Nor with things too profound for me. Yes. And surely I have calmed and quieted my soul. Calmed and quieted my soul. My soul. Wow. ഇതെങ്ങനെയാണ്? നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ സംസാരിക്കേണ്ട. മിസ്റ്റർ എക്സ് നിന്നെ കഴുതെന്ന് വിളിച്ചു, പക്ഷെ യഥാർത്ഥത്തിൽ നീ കഴുതയല്ല. നിന്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു മനസ്സിലാക്കണം, നീ കഴുതയല്ല. മിസ്റ്റർ എക്സിന് തെറ്റുപറ്റിയതാണ്, നിനക്ക് അവനോട് ക്ഷമിക്കുവാൻ കഴിയും. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യേശു തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമാണ്. ആ നിലയിൽ എൻ്റെ മനസ്സിനെ ഞാൻ കാം ഡൗൺ ചെയ്യുന്നു, പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ തിന്മ നിറഞ്ഞ വികാരം പുറപ്പെടുവിക്കാതെ ഞാൻ അതിനെ ബഹിഷ്കരിക്കുന്നു. ആമേൻ. ഇത് സമയമെടുക്കും ഈ നിലയിൽ പരിചയിച്ചു വരുവാൻ വേണ്ടി. ചിലപ്പോൾ നമ്മൾ ഈ പരിചയിച്ചവരാണെങ്കിൽ പോലും ഇടയ്ക്ക് നമുക്ക് വീണ്ടും പാകപ്പിഴകൾ വന്നിരിക്കും. വീണ്ടും ആരംഭം മുതൽ തുടങ്ങുകയും വീണ്ടും ആ കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചില നാളുകൾക്കുള്ളിൽ ഏതാണ്ട് നമ്മൾ ആ റൂട്ടിൽ തന്നെ ആകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരും ഒരു പെർഫെക്ഷൻ വേണ്ടി പ്രതീക്ഷിക്കരുത്. ഇത് ചില ഗുണമേന്മയിലേക്ക് പോകുവാനുള്ള ചില പാതകൾ എന്നുള്ളതേ ഉള്ളൂ.
ഈ ഭൂമിയിൽ ആർക്കും പെർഫെക്റ്റ് ആകുവാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവാകുന്ന യേശുവിന് മാത്രമേ ആ പെർഫെക്റ്റ് ആയിട്ടുള്ളവനുള്ളൂ. ആമേൻ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോട് സഹകരിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാകുന്നതിനാൽ കർത്താവിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വളർച്ച പ്രാപിക്കുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് തന്നെ എന്ന് പറഞ്ഞ് എനിക്ക് വളരുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ക്രിസ്തുവിൽ എനിക്ക് വളരുവാൻ കഴിയും. ക്രിസ്തു സമാനതയിൽ എന്ന് പറഞ്ഞു. ക്രിസ്തു സമാനതയിൽ എനിക്ക് വളരുവാൻ കഴിയും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമുക്ക് പറയണം നിങ്ങൾ തന്നെ. ആമേൻ. നിങ്ങൾക്ക് എന്തൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ സംഘർഷം വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പറയണം, ക്രൈസ്റ്റ് ലൈക്നെസ്സിൽ ഞാൻ വളർന്നിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ആ ഏറ്റുപറച്ചിലൂടെ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകും. സാധ്യമാണ്. അസാധ്യമാകുന്ന ഒരു കാര്യമല്ല, അപ്രായോഗികമാകുന്ന ഒരു കാര്യമല്ല, ഇത് സാധ്യമാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അതിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുന്നു. അതിനാൽ വികാരങ്ങളുടെ മണ്ഡലം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ മണ്ഡലം സൂക്ഷിക്കുക. കോപസ്വഭാവമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കതിനെ ജയിക്കാൻ കഴിയും. ആമേൻ. കർത്താവിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമി വെച്ചൊരു കോപസ്വഭാവത്തിന് ജയം തരാൻ കഴിയത്തില്ലേ? ഉറപ്പായിട്ടും, നിശ്ചയമായിട്ടും. ആമേൻ. ക്യാൻസറിനെ സൗഖ്യമാക്കുന്നു. മുടന്തര് എഴുന്നേറ്റ് ചാടി കർത്താവിനെ സൗഖ്യമാക്കുന്നു. നമ്മുടെ വികാരത്തിലുള്ള ഒരു കോപത്തെ സൗഖ്യമാക്കാൻ കർത്താവിന് പ്രാപ്തിയില്ല. നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വൈകാരങ്ങളുടെ മണ്ഡലങ്ങളിലുള്ള സംഘർഷങ്ങളെ തിരിച്ചറിഞ്ഞതിന് ശേഷമായിട്ട് മനഃപൂർവ്വമായിട്ട് പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുക, കർത്താവിനോട് ആമേൻ അപേക്ഷിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് ആ മേഖലയിൽ നമുക്ക് വിടുതൽ തരികയും ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കുകയും അടുത്ത സന്ദർഭങ്ങളിൽ എങ്ങനെ ഈ വികാരങ്ങളുടെ മണ്ഡലങ്ങളിൽ നമുക്ക് ജയം നിലനിർത്തുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് കർത്താവ് നമുക്ക് ബോധ്യം തരികയും ചെയ്യും. ആമേൻ. നമുക്ക് അതിന്റെ മേലൊരു ആ മേഖലയിൽ ഒരു ആഴമുള്ള അറിവ് കർത്താവ് നൽകി തരുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. മനോഭാവങ്ങളെ പ്രത്യേകമായി സൂക്ഷിക്കുക. എപ്പോഴും റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്, എല്ലാ കാര്യങ്ങളോടും റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് പുറപ്പെടുവിക്കുവാൻ മനഃപൂർവ്വം തയ്യാറാകുക. ആമേൻ. കർത്താവ് നിശ്ചയമായിട്ടും ആ മേഖലയിൽ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ മേഖലയിലേക്ക് പോകുന്ന മനസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സങ്കല്പങ്ങളുടെ മേഖല. ഇമാജിനേഷൻസ്. ആമേൻ. ഇമോഷൻസ് പോലെ തന്നെ ഇമാജിനേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നന്മ നിറഞ്ഞ ഇമോഷൻസ് ഉണ്ട്. സ്നേഹം നന്മ നിറഞ്ഞ ഒരു ഇമോഷനാണ്. സന്തോഷം നന്മ നിറഞ്ഞ ഒരു ഇമോഷനാണ്. തിന്മ നിറഞ്ഞ ഇമോഷൻസ് ഉണ്ട്. കോപം തിന്മ നിറഞ്ഞ ഒരു ഇമോഷനാണ്. എന്നതുപോലെ സങ്കല്പങ്ങൾ, നല്ല സങ്കല്പങ്ങളുണ്ട്, തിന്മ നിറഞ്ഞ സങ്കല്പങ്ങളുണ്ട്. പ്രത്യാശ ഒരു നല്ല സങ്കല്പമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിത്യതയെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു നല്ല സങ്കല്പമാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ആ പ്രത്യാശ അതൊരു നല്ല സങ്കല്പമാണ്. നിങ്ങൾക്ക് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നല്ല നാളെ ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ള ആ പ്രതീക്ഷ അതൊരു നല്ല സങ്കല്പമാണ്. ആമേൻ. എന്നാൽ തിന്മ നിറഞ്ഞ സങ്കല്പങ്ങളുണ്ട്. നിരാശ തിന്മ നിറഞ്ഞ ഒരു സങ്കല്പമാണ്. പരാജയ ബോധം, ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരാജയ ബോധം തുടർച്ചയായിട്ട് നിങ്ങളെ അനുഗമിക്കുന്നുവെങ്കിൽ അത് തിന്മ നിറഞ്ഞ ഒരു വികാരമാണ്, തിന്മ നിറഞ്ഞ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം നമ്മെ സ്വാധീനിക്കും, ഏറ്റവും അധികം സ്വാധീനിക്കുവാൻ ഇടവരും. ഈ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇമാജിനേഷൻസ്, സങ്കല്പങ്ങൾ, ഭാവനകൾ എന്ന് പറയുമ്പോൾ അവ ഒരർത്ഥത്തിൽ എന്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്? വളരെ ലളിതമാണ്. ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്, തോട്ട്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തോട്ട്സുകളുടെ ഒരു കൂട്ടമാണ് ഭാവന എന്ന് പറയുന്നത്. ചിന്തകളുടെ ഒരു കൂട്ടമാണ് സങ്കല്പം എന്ന് പറയുന്നത്. ഒരു ചിന്തയിൽ നിന്നാണ് സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ ആ തോട്ട്സിന്റെ പാറ്റേൺ, ചിന്താരീതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്താരീതികളെ വിശകലനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്തുവാൻ കഴിയും. ഈ ചിന്താരീതികൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിന്താരീതികൾ ഉടലെടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ചിന്താരീതി ഉടലെടുക്കുന്നതിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസ രീതി. വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം എന്തോ ഒരു വലിയ കാര്യമാണ് വിശ്വാസം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാൻ വിശ്വാസം എന്താണെന്ന് ഇതിനകത്ത് ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. ലളിതമാണ് വിശ്വാസ രീതി. നാം വളർന്നു വന്ന കുടുംബ പശ്ചാത്തലം നമ്മുടെ വിശ്വാസ രീതിയെ സ്വാധീനിക്കും. നമ്മുടെ സാമൂഹിക പശ്ചാത്തലം നമ്മുടെ വിശ്വാസ രീതിയെ സ്വാധീനിക്കും, ബിലീഫ് സിസ്റ്റത്തെ സ്വാധീനിക്കും. ഞാൻ ആരാകുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും. ഞാൻ ആരാകുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട്. മോശയുടെ അനുഭവത്തിൽ മോശയ്ക്ക് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട സംഘർഷമായിരുന്നു. മോശ ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു.
തനിക്ക് 40 വർഷം രാജാവിന്റെ വീട്ടിൽ വളരുവാനുള്ള, കൊട്ടാരത്തിൽ വളരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷമാണ് താൻ ഓടിപ്പോയി താൻ മരുഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ അടുത്ത 40 വർഷം കഴിഞ്ഞ് 80-ാമത്തെ വയസ്സിലാണ് കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നത്. മുൾപ്പടപ്പിൽ അഗ്നിയിൽ കർത്താവ് പ്രത്യക്ഷനായ സന്ദർഭത്തിൽ മോശയുടെ പ്രതികരണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയുടെ പ്രതികരണം, കർത്താവ് അവനോട് ഇടപെടുന്ന സന്ദർഭത്തിൽ അവനെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അവൻ എന്താണ്? ക്ഷമാപണങ്ങളാണ്, എക്സ്ക്യൂസസ് ആണ് പറയുന്നത്. എന്നെ കൊണ്ട് നടക്കത്തില്ല. ആമേൻ. ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു വലിയ അനുഗ്രഹമായി തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ ദൈവത്തിനൊന്നിനും കൊള്ളത്തില്ലായിരുന്നു. നമ്മളെ കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് നാം ചിന്തിക്കുന്നു എങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിനൊന്നിനും കൊള്ളത്തില്ല. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ടോട്ടൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കർത്താവിനെ കൂടാതെ എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മളെ ദൈവസംബന്ധമായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഏതെങ്കിലും കമ്പനികൾക്കോ ഓഫീസുകൾക്കോ നമ്മൾ പ്രയോജനപ്പെട്ടെന്നിരിക്കും, ദൈവരാജ്യത്തിൽ നാം പ്രയോജനപ്പെടുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏത് കാര്യത്തിനും എനിക്ക് യേശു വേണമെന്നുള്ള ഡിപ്പെൻഡൻസിയിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് കർത്താവ് നമ്മളെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഒരു പെൻസിലിന് വേണ്ടി നിങ്ങൾ കർത്താവിൽ ഡിപ്പെൻഡന്റ് ആകുന്നുണ്ടോ? ആകേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ആമേൻ. ഓസ്ട്രേലിയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ദൈവത്തെ ആവശ്യമില്ല. ആമേൻ. ജർമ്മനിയിൽ നിന്നുള്ളൊരു പെൺകുട്ടിയെ കേരളത്തിൽ വെച്ച് കണ്ടുമുട്ടുവാനിടയെ അവളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊടുത്ത് അവളെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾക്ക് ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയ ഒരു അവസരം എന്ന് പറയുന്നത് അവൾ ഡ്രൈവിംഗ് ലൈസൻസിൽ തോറ്റുപോയപ്പോഴാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാതെ വന്നപ്പോൾ ആ ടെസ്റ്റിൽ തോറ്റുപോയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതല്ല അവളുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഒരു 18 വയസ്സ് വരെയും ഒരിക്കലും ഒരു വസ്ത്രത്തിന് വേണ്ടിയോ പേനയ്ക്ക് വേണ്ടിയോ ഭക്ഷണത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്കിതെല്ലാം സുഭിക്ഷമായി ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും നാം ഇൻഡിപെൻഡന്റ് ആണെന്ന് ചിന്തിക്കരുത്. ബോധപൂർവമായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പെൻസിൽ ആവശ്യമാണ്. ആ പൈസ കൊണ്ട് ഞാൻ പെൻസിൽ മേടിക്കും എന്ന് ചിന്തിക്കാതെ കർത്താവ് എനിക്കൊരു പെൻസിൽ തരണമെന്ന് ചിന്തിക്കുന്നത്. ആ മനോഭാവം നാം വളർത്തിയെടുക്കണം. ആ നിലയിൽ ഒരു ഡിപ്പെൻഡൻസി നാം വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ കർത്താവ് ആ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഉറങ്ങണമെങ്കിൽ കർത്താവ് വേണം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ കർത്താവ് വേണം, പച്ചവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ കർത്താവ് വേണം, എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണമെങ്കിൽ കർത്താവ് വേണം. ഏത് കാര്യത്തിന് അതുപോലെ ഞാൻ ബുദ്ധിമുട്ടിലായി തീർന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കർത്താവിൽ ഡിപ്പെൻഡന്റ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള നിലവാരത്തിലേക്ക് എന്റെ ജീവിതമായി തീർന്നു. അത്ര മിസറബിൾ കണ്ടീഷനിൽ എന്റെ ജീവിതമായി തീർന്നു. അങ്ങനെ ആയത് എനിക്ക് വലിയ ഗുണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് കാര്യത്തിനും ആമേൻ കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവിൽ ഡിപ്പെൻഡന്റ് ആകുവാൻ, കർത്താവിനെ എനിക്ക് വേണമെന്നുള്ള, യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ കൂടാതെ എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള നിലവാരത്തിലേക്ക് ജീവിതത്തെ കർത്താവ് കൊണ്ടുവരുവാൻ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശ തന്നെ കൊണ്ട് സ്വയമായി കഴിയുമെന്ന് ചിന്തിച്ച നാളുകളില് താന് അവിടെ ഒന്ന് ഓടിപ്പോകേണ്ടതായിട്ട് പോകുന്നു. ഇപ്പോൾ 40 വർഷം കൊണ്ട് തനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ആ സമയത്താണ് കർത്താവ് പിന്നെ തേടി വരുന്നത്. നിന്നെ എനിക്ക് വേണം. അടുത്ത 40 വർഷം കൊണ്ട് നീ ഒരു പുതിയ പാഠം പഠിച്ചിരിക്കുന്നു, ഈ സമയത്ത് എനിക്ക് നിന്നെ വേണം. അപ്പോൾ അവന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് എന്നെ കൊണ്ട് കൊള്ളാകുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, കഴിവുള്ള സമയത്ത്, നല്ല പരിചയമുള്ള സമയത്ത്, ആ 40 വർഷം മുമ്പ് പഠിച്ചതെല്ലാം മറന്നുപോയി. കൊട്ടാരത്തിൽ പഠിച്ച കാര്യം, ആ പഠിത്തമുള്ള സമയത്ത് എന്നെ കർത്താവിന് വേണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാം എനിക്ക് നഷ്ടമായപ്പോൾ എന്നെ കർത്താവിന് ആവശ്യമാണോ? അത് നിന്നെ ഇപ്പോഴാണ് കർത്താവിന് ആവശ്യമായിരിക്കും. ഈ നിമിഷം മുതൽ കർത്താവിനെ ഉപയോഗിക്കും.
Praise the Lord. എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് മോശെ ചിന്തിച്ച സമയത്താണ് കർത്താവിനെ തേടി വന്നത്. അവനെ ദൗത്യത്തിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും അവനെ കൊണ്ടുവരുവാൻ കർത്താവ് തയ്യാറാകുകയാണ്. അങ്ങനെ തയ്യാറായപ്പോൾ മോശെ ഒരു ക്രൈസിസിനെ നേരിടുകയാണ്, ഒരു സംഘർഷത്തെ നേരിടുകയാണ്. ഞാൻ ആരാണ്? ഞാൻ വിക്കനാണ്. എല്ലാം നിഷേധാർത്ഥകമായ ചിന്തകളാണ് ഉള്ളിൽ വരുന്നത്. നെഗറ്റീവിന്റെ മലയാളം നിഷേധാർത്ഥകവും പോസിറ്റീവിന്റെ മലയാളമാണ് സാക്ഷാത്താണ്. നിഷേധാർത്ഥകമായ ചിന്തകളാണ് മുഴുവൻ വരുന്നത്. അയ്യോ, ഞാൻ വിക്കനാണ്, എനിക്കൊന്നും അറിയത്തില്ലേ, 50 ആടുകൾ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ലേ എന്റെ കയ്യിൽ, ഈ വഴി മാത്രമേ ഉള്ളൂ. എല്ലാം നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ കൊണ്ട് അകത്ത് കയറി ഒരു 40 വർഷം അദ്ദേഹത്തിന്റെ ഇന്റേണൽ പ്രോഗ്രാംസ് മുഴുവൻ നെഗറ്റീവായി കിടക്കുകയാണ്. ആ നെഗറ്റീവ് പ്രോഗ്രാമിങ്ങിൽ നിന്നാണ് അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്. ഞാൻ ആരാകുന്നു, ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ ആരാകുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ്, ആ അകത്തെ ആ സംഘർഷത്തിൽ നിന്നാണ് ഇവന് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. നീ ആരാകുന്നു? നിന്റെ പേരെന്താണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താണ് മറുപടി പറയുന്നത്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ നേരിടുന്ന എല്ലാ ഐഡന്റിറ്റി ക്രൈസിസുകളെയും നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത് ഈ കർത്താവിനെ അറിയുന്നതിലൂടെയാണ്. ഞാൻ ആരാകുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യേശു ആരാകുന്നു എന്ന് നീ അറിയണം. ഹല്ലേലൂയ. ആമേൻ. യേശു ആരാകുന്നു എന്ന് ഞാൻ അറിഞ്ഞെങ്കിലേ ഞാൻ ആരാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ നാമം തന്നെ അവിടെ ശ്രദ്ധിക്കുക. ഞാനാകുന്നവൻ ഞാനാകുന്നു. അങ്ങനെ ഒരു നാമമുണ്ടോ? ആമേൻ. യെസ്. ആമേൻ. കർത്താവിന് ഒരു പേരിന്റെ ആവശ്യമില്ല. അവിടുന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു. ലോകത്തിൽ നമുക്ക് മത്തായിയും തോമസിനും ചാക്കോ എന്നും ഒക്കെ പേരുള്ളത് 500 കോടി ജനമുള്ളത് കൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പേരിന്റെ ആവശ്യമില്ല. അവിടുന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു. ആമേൻ. ജീവനുള്ള ഏക ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവാണ് യേശുക്രിസ്തു പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവിടുത്തെ 7 പ്രസ്താവനകളുണ്ട്. ഐയിൽ തുടങ്ങുന്ന 7 പ്രസ്താവനകളുണ്ട്. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു. 7 പ്രസ്താവനകളുണ്ട്. യേശുവിനെ അറിയുന്നതിലൂടെ നമുക്ക് നമ്മെ അറിയുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ തന്നെ ഫിലിപ്പോസ് വന്നതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല എന്ന് പറയുന്നു. ഉടനെ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, ഞങ്ങളെ പിതാവിനെ ഒന്ന് കാണിച്ചു തരണേ, എന്നാൽ ഞങ്ങൾക്ക് മതി. ആമേൻ. ഫാദർഹുഡ്, പിതൃത്വം ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിതാക്കന്മാരില്ല. ആ ഭാഗങ്ങൾ ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. പിതൃസ്നേഹം അനുഭവിക്കാതെ വളരുന്ന തലമുറ. അവിടെ ഫിലിപ്പോസിനോട് കർത്താവ് മറുപടി പറയുന്നത്, ഫിലിപ്പോസ്, ഞാൻ ഇത്രയും കാലം നിന്നോട് കൂടെ ആയിരുന്നു, നീ എന്നെ അറിഞ്ഞില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ അറിയണമെങ്കിൽ യേശുവിനെ അറിയണം, പിതാവിനെ അറിയണമെങ്കിൽ യേശുവിനെ അറിയണം. യേശുവിനെ അറിയുന്നതിലൂടെയാണ് നമുക്ക് ക്രിസ്തു സമാനതയിൽ നമ്മുടെ അകത്തെ സൗഖ്യത്തിൽ വളരുവാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള സംഘർഷങ്ങളിൽ നിന്ന്, ഐഡന്റിറ്റി ക്രൈസിസുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയും. യേശുവിനെ ഞാൻ അറിയുന്നതിലൂടെ എനിക്ക് മനസ്സിലായി, ഞാൻ വിക്കനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. എന്റെ ബലഹീനതകൾ ഒരു പ്രശ്നമല്ല, എന്റെ അറിവുകേടുകൾ ഒരു പ്രശ്നമല്ല. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്റെ ബലഹീനതയിൽ അവിടുന്ന് തുണ നിൽക്കുവാൻ ശക്തനാകുന്നു. എന്റെ കഴിവുകേടുകളിൽ അവിടുന്ന് വന്ന് എന്നെ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. എന്റെ അശക്തമാകുന്ന സന്ദർഭത്തിൽ എനിക്ക് ശക്തി നൽകുവാൻ അവിടുന്ന് അശക്തിമാനാകുന്നു. ആ തിരിച്ചറിവിലാണ് എന്റെ ഐഡന്റിറ്റി ക്രൈസിസ് നീങ്ങിപ്പോകുന്നത്. ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ, ക്രിസ്തുവിനെ അടുത്തറിയുന്നതിലൂടെ. ഈ ഐഡന്റിറ്റി ക്രൈസിസും പല സന്ദർഭങ്ങളിലും വരുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റവും വിശ്വാസ രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസ രീതി ഞാൻ പറഞ്ഞല്ലോ, ഭവന പശ്ചാത്തലം വിശ്വാസ രീതിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അതോടൊന്നിച്ച് തന്നെ സമൂഹം വിശ്വാസ രീതിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. പല ഭവനങ്ങളിലുള്ള സംഘർഷങ്ങൾ ഒരു വളർന്നു വരുന്ന കുഞ്ഞിന്റെ വിശ്വാസ രീതിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ഭവനത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ വിശ്വാസ രീതിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ഒരു കുഞ്ഞിനെ കഴുത എന്ന് വീണ്ടും വീണ്ടും പിതാവ് ആവർത്തിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ഫോൾസ് പ്രോഫസി. ഒരു തെറ്റായ പ്രവചനമാണെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ മേൽ അതൊരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ നടത്തുന്ന ഏറ്റുപറച്ചിലാകുന്നതിനാൽ ആ കുഞ്ഞിന്റെ മേൽ തിന്മ നിറഞ്ഞ ഒരു പരിണിത ഫലം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന്റെ വിശ്വാസ രീതിയെ സ്വാധീനിക്കും.
ആ കുഞ്ഞിനെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന്റെ ഇടപെടലുകളെ സ്വാധീനിക്കുവാൻ ഇടവരും. ഇപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ കുരങ്ങിനെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ നിന്റെ മൂക്ക് അത്ര നല്ലതല്ലടാ, മൂക്കിനെന്തോ കേടുണ്ട് എന്ന് തുടർച്ചയായിട്ട് അമ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പെണ്ണിനെ കാണുന്നുണ്ടെങ്കിൽ അറിയാതെ അവൻ കൈകൊണ്ട് മൂക്കിന്റെ ഭാഗം ഒന്ന് മറയ്ക്കുവാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ്? അവന്റെ മനസ്സിൽ തന്നെ ഒരു വിശ്വാസമുണ്ട്, എന്റെ മൂക്ക് ശരിയല്ല. എവിടെ നിന്നാണ് ഇവരിത് കിട്ടിയിരിക്കുന്നത്? വീട്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ആരാണ് പറഞ്ഞത്? അധികാരമുള്ള അമ്മയാണ് പറഞ്ഞത്. ആമേൻ. നിങ്ങൾ യൗവനക്കാരായിട്ടുള്ളവർ നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സമയം മുതൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുവാൻ കഴിയും. ആമേൻ. കുഞ്ഞുങ്ങളോട് അവരെ ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരിക്കലും മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുവാനിടവരും. ആമേൻ. താരതമ്യങ്ങൾ ഉണ്ടാകുവാനിടവരും. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളോ 4 കുഞ്ഞുങ്ങളോ ഉണ്ടാകട്ടെ, 4 പേരെ ഒരുപോലെ സ്നേഹിക്കുവാൻ വേണ്ടി ദൈവപൂർവ്വം കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അപ്പനായതുകൊണ്ട് 2 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് 2 കുഞ്ഞുങ്ങളാകുമ്പോഴൊക്കെ നമുക്ക് സ്നേഹത്തിലൊരു ചെറിയ മാറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് സ്നേഹം കൂടാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിലാണ് നമ്മൾ മനഃപൂർവ്വമായി പ്രാർത്ഥിക്കേണ്ടത്. 2 പേരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ഇടവരണം. ആ 2 പേരോടുള്ള സ്നേഹം ഒരുപോലെ തന്നെ നമ്മുടെ പ്രസ്താവനകളിൽ നാം പ്രകടിപ്പിക്കണം. ഈ കുഞ്ഞുങ്ങൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യും. ഇവർ 2 പേരും വന്നിട്ട് അവരിൽ ഒരാൾക്ക് കൂടുതൽ സ്നേഹം തട്ടിയെടുക്കുവാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തും. അപ്പോൾ മൂത്താൾ വന്നിട്ട് ഇളയാളിന്റെ കുറ്റം പറയും, ഇളയാൾ വന്ന് മൂത്താളിന്റെ കുറ്റം പറയും. നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുവാൻ പോവുകയാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ നമ്മൾ വിവേകം ഉപയോഗിച്ച് ഇവരെ 2 പേർക്കും ബോധ്യമാകണം. ആ 2 പേരിൽ ഒരാളെയും കൂടുതൽ സ്നേഹിക്കുക, 2 പേരെ ഒരുപോലെ സ്നേഹിക്കുമെന്ന് ഇവർക്ക് ബോധ്യമാണ്. എന്റെ 2 കുഞ്ഞുങ്ങൾ റെബേക്ക, സബീത, അവര് ഒരു വർഷങ്ങൾ, മൂത്താളിന് 11 വയസ്സുണ്ട്. വർഷങ്ങൾ 2 പേരും ശ്രമിച്ചു ഞങ്ങളുടെ സ്നേഹം കൂടുതൽ തട്ടിയെടുക്കുവാൻ വേണ്ടി. ഇപ്പൊ അവർക്ക് ഏകദേശം മനസ്സിലായി അമ്മയും അച്ഛനും അവരെ 2 പേരെയും ഒരുപോലെ സ്നേഹിക്കുകയുള്ളൂ എന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ബോധപൂർവം പ്രസ്താവനകളിലൂടെ അവർ തന്നെ വന്ന് നമ്മെ ആ നിലയിൽ പ്രൊവോക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നാം തന്നെ അവരോട് പ്രതികരിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലാകണം, ആമേൻ, ഇതിനകത്ത് താരതമ്യമില്ല, ഇതിനകത്ത് പക്ഷാപാതമില്ല, അപ്പനും അമ്മയും ഒരുപോലെ സ്നേഹിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ആ നിലകളിൽ വളർന്നു വരുന്ന തെറ്റായ പശ്ചാത്തലത്തിൽ, ഭവനത്തിന്റെ പശ്ചാത്തലം തെറ്റാകുന്നുവെങ്കിൽ, സാമൂഹിക പശ്ചാത്തലം തെറ്റാകുന്നുവെങ്കിൽ, ഇവ കുഞ്ഞുങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് വളരുവാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ സ്കൂളുകളിലാണ് അവർ പഠിക്കുവാൻ പോകുന്നത്. അവരുടെ സമൂഹം, നിങ്ങളുടെ കുടുംബത്തെക്കാൾ ഉപരിയായിട്ട് സമൂഹമാണ് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത്. അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ബാല്യകാലം മുതൽ തന്നെ ട്രെയിൻ ചെയ്യുകയും ചെയ്യണം. അവരെ പരിശീലിപ്പിക്കണം. മാതാപിതാക്കൾക്ക് അവരെ സ്വാധീനിക്കുവാൻ കഴിയും, ശക്തമായി സ്വാധീനിക്കുവാൻ കഴിയും, അവരെ പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കുവാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിന്റെ സ്വാധീനത്തെക്കാൾ കൂടുതൽ സ്വാധീനം ആർക്കായിരിക്കും? മാതാപിതാക്കൾക്ക്. ഭവനത്തിനായിരിക്കും കുഞ്ഞുങ്ങളുടെ മേൽ സ്വാധീനമുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. ആമേൻ. കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സമൂഹത്തിൽ കാണുന്നതുകൊണ്ട്, സമൂഹത്തിൽ കാണുന്നത് അവരുടെ വിശ്വാസ രീതിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അവർ സമൂഹത്തിൽ തുടർമാനമായി കാണുന്ന വസ്ത്രധാരണ രീതി കാണുമ്പോൾ അവർ വിശ്വസിക്കും, ബാല്യകാലം മുതൽ തന്നെ വിശ്വസിക്കും, ഇവരുടെ വസ്ത്രധാരണ രീതിയാണ് ശരിയായത്. അത് അവരുടെ വിശ്വാസ രീതിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസ രീതികളിൽ നിന്നാണ് ചിന്താരീതികൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, നിങ്ങളുടെ സങ്കല്പങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. ആ ചിന്തകളെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വിശ്വാസ രീതി. ആ വിശ്വാസ രീതിക്ക് കാരണമാകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഭവനവും സമൂഹവും. Praise the Lord. Hallelujah. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ സാരി ഉടുക്കുന്നു. ഞാൻ അരുണാചൽ പ്രദേശിൽ പോയി ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭങ്ങൾ, ആദ്യമായി ഞാൻ അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ അവർ സാരി ഉടുക്കില്ല, ഗാല എന്ന് പറയുന്ന ഒരു വസ്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. ചട്ടയും മുണ്ടും പോലെ ഒരു വസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു സാരിയാണ് ഏറ്റവും ബൈബിൾ പ്രകാരം പവിത്രമായ വസ്ത്രമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവർ ഗുരുതരമാകുന്ന ഒരു തെറ്റിലാകുന്നു ഇരിക്കുന്നത് എന്നെനിക്ക് ഒരു ചിന്തയുണ്ടായി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുവാൻ ഇടയായത്? എന്റെ ചിന്താരീതി വളർന്നു വന്നത് ഞാൻ വളർന്ന സമൂഹത്തിൽ നിന്നാണ്. അപ്പോൾ വിശുദ്ധിയുടെ ധാരണകളിൽ എന്നിൽ ഉടലെടുത്തത് എന്റെ സമൂഹം എന്നെ അതിൽ സ്വാധീനിച്ചു. സമൂഹത്തിൽ കണ്ട പല കാര്യങ്ങളും എന്നെ അതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം എൻ്റെ ഉള്ളിൽ ഒരു ചിന്താരീതി, ആ നിലവാരത്തിലുള്ള ഒരു ചിന്താരീതി
വളർത്തിയെടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചിന്താ രീതി, ഈ വിശ്വാസ രീതി, ആ സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും ഉടലെടുത്ത വിശ്വാസ രീതി, ആ വിശ്വാസ രീതി നമ്മുടെ ചിന്താ രീതിയെ സ്വാധീനിക്കുവാൻ ഇടവരും. തെറ്റായ ചിന്താ രീതി ഉള്ളവരാണെങ്കിൽ മനഃപൂർവ്വമായി ആ ചിന്താ രീതിയെ റീപ്രോഗ്രാം ചെയ്യണം. സമൂഹം നിന്റെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുവാൻ ഇടവരരുത്. നിങ്ങൾ ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ സമൂഹം നിങ്ങളെ കഠിനമായി സ്വാധീനിക്കുവാൻ ഇടവരരുത്. സമൂഹത്തിൽ നിന്ന് അകന്നു പോകണമെന്നും സമൂഹത്തിന്റെ നടുവിൽ നിങ്ങൾ ഒരു റിബലാകണമെന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ സമൂഹം നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെയും വ്യക്തിപരമാകുന്ന ജീവിതത്തെയും സഭയെയും വളർത്തിയെടുക്കണം? ദൈവവചനാടിസ്ഥാനത്തിൽ. നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള വളരെ റിട്ടേൺ ആയിട്ടുള്ള ദൈവാലോചന ഉള്ളതിനാൽ നമ്മൾ അവിടെ ഇവിടെ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടവരല്ല. സത്യവേദം അറിയുവാൻ വേണ്ടി ഇരുട്ടിൽ നാം തപ്പിത്തടയേണ്ട കാര്യമില്ല. സത്യം പച്ചയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് നിങ്ങളുടെ കയ്യിലുണ്ട്. പച്ചയായിട്ട് സത്യം എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സഭയെ ഈ വചനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പണിതെടുക്കുവാൻ കഴിയും. Praise the Lord. Hallelujah. Praise the Lord. തിന്മകൾ, സമൂഹത്തിലെ തിന്മകൾ നമ്മെ സ്വാധീനിക്കുവാൻ ഇടവരത്തില്ല. ഇന്നത്തെ സമൂഹത്തിൽ വ്യാപരിക്കുന്ന അശുദ്ധികൾ, അതിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ വിശ്വാസ രീതിയെ പണിതെടുക്കുവാൻ ഇടവരികയില്ല. Praise the Lord. ദൈവവചനാടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ രീതിയെ നാം പണിതെടുക്കുവാൻ ഇടവരും. Praise the Lord. ആ ചിന്താരീതി, വിശ്വാസ രീതി മൂലം ചിന്താരീതി സ്വാധീനിക്കപ്പെടുന്നു. മാത്രമല്ല, അതിനോട് ചേർന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെയെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളുടെ തുടക്കമാകുന്ന ചിന്തയെ നാം, ആ ഭാഗത്ത് ഞാൻ കുറച്ചുകൂടെ സമയം എടുക്കുകയാണ്. ആ ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നതിനാൽ നമ്മുടെ സങ്കല്പങ്ങളുടെ ആധാരമാകുന്ന ചിന്തയെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തോട്ട് പാറ്റേൺസിനെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ തോട്ട് പാറ്റേൺസ് നെഗറ്റീവ്, നിഷേധാർത്ഥകമാകുന്ന ചിന്താ രീതിയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം, അതിനെ റീപ്രോഗ്രാം ചെയ്യണം. സമയമെടുക്കും. പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. സമയമെടുക്കും. സഹകരിച്ച് നമ്മളതിനെ റീപ്രോഗ്രാം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചിന്തയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ചിന്ത എന്താണ്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു. നമ്മൾ എത്ര പേര് 24 മണിക്കൂർ സംസാരിക്കുന്നു? ആരും സംസാരിക്കുന്നു? ഇപ്പോൾ നിങ്ങളെല്ലാവരും നിശബ്ദമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മിക്ക സമയവും നമ്മൾ നിശബ്ദരായിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാതിരിക്കുവാൻ കഴിയില്ല. ഒരു നിമിഷം പോലും. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് നിശബ്ദമാണ് എന്ന്? നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ 24 മണിക്കൂറും നിങ്ങളുടെ അകത്തൊരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാണൻ, നമ്മുടെ സെൽഫിനോട് നടത്തുന്ന സംസാരം. അങ്ങനെ അതിനെ നിർവചിക്കുവാൻ കഴിയും. നമ്മുടെ പ്രാണൻ നമ്മുടെ സെൽഫിനോട്, നമ്മുടെ സ്വയത്തോട്, നമ്മുടെ ഈഗോയോട് നടത്തുന്ന സംസാരമാണ്. ആമേൻ. എത്ര ഗൗരവമേറിയതാണ്. അതിനാൽ ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിന്തയെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചിന്തകൾ മൂലമാണ് സങ്കല്പങ്ങൾ ഉടലെടുക്കുന്നത്. ആമേൻ. ദയവായിട്ട് ഇനി നിങ്ങൾ 2 കൊരിന്ത്യർ അതിന്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. 10-ാമത്തെ അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതലുള്ള വാക്യം. For though we live in the world, we do not wage war as the world does. Yes. The weapons we fight are not the weapons of the world. Yes. On the contrary, they have divine powers to demolish strongholds. Strongholds. Divine powers to demolish strongholds. സ്ട്രോങ്ഹോൾഡിനെ കുറിച്ച് പറയുന്നു. കോട്ടകളെ കുറിച്ച് പറയുന്നു. എന്താണ് കോട്ടകൾ? വായിച്ചു. We demolish arguments and every pretensions. ആ ട്രാൻസ്ലേഷനിൽ pretensions എന്ന് പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ട്രാൻസ്ലേഷനിൽ imaginations എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ആ സ്ട്രോങ് ഹോൾഡ്സ് എന്താണെന്ന് അറിയാമോ? ആർഗ്യുമെന്റ്സും ഇമാജിനേഷൻസുമാണ്. That set itself up against the knowledge of God. Yes. And we take captive every thought. കണ്ടോ? തോട്ടിൽ വന്നത് കണ്ടോ? സങ്കല്പങ്ങളെ പിടിച്ചെടുക്കുന്നതിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? തോട്ടിൽ വന്നിരിക്കുകയാണ്. ആരെങ്കിലും മലയാളത്തിലൂടെ വായിച്ച് സഹായിക്കുമോ? മലയാളം ബൈബിൾ ആരെങ്കിലും കയ്യിലുണ്ടോ? അത് വായിച്ച് സഹായിക്കുമോ? പിന്നെ ഞാൻ
ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു സങ്കല്പങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് ചിന്തകളാണ് എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 10-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും, പൗലോസാണ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകൾ. അപ്പൊ എന്താണ് ഈ കോട്ടകൾ? ഈ കോട്ടകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധഭാഷയാണ്. പൗലോസ് ചിലയിടങ്ങളിൽ വാർ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, യുദ്ധഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു യുദ്ധമില്ലേ നമ്മുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുദ്ധം കൈകൊണ്ടുള്ള യുദ്ധമാണോ? ബോംബ് കൊണ്ടുള്ള യുദ്ധമാണോ? തോക്ക് കൊണ്ടുള്ള യുദ്ധമാണോ? നോ, ഒരു ആത്മീക യുദ്ധമാണ്. ആ ആത്മീക യുദ്ധം നടക്കുന്നത് കാണപ്പെടുന്ന മണ്ഡലത്തിലാണോ? അല്ലേ, അല്ല. കാണപ്പെടാത്ത മണ്ഡലത്തിലാണ്, വിശേഷിച്ചും മനസ്സിന്റെ മണ്ഡലത്തിലാണ്. ഈ യുദ്ധത്തിന്റെ ഭാഷ ശ്രദ്ധിച്ച്, യുദ്ധത്തിന്റെ ഭാഷ അദ്ദേഹത്തിനാണ് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ അനേകം യുദ്ധങ്ങളുണ്ട്, യുദ്ധത്തിന്റെ ഭാഷയുമുണ്ട്. പുതിയ നിയമത്തിൽ യുദ്ധമുണ്ടോ? വളരെ വിനയപരിസരം പറയട്ടെ, ഒരു യുദ്ധമുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. ബൈബിളിൽ പറയും. ഒരു ശാരീരിക യുദ്ധത്തെ കുറിച്ചല്ല പറയുന്നത്, ഒരു ആത്മീക യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ആത്മീക യുദ്ധം നടക്കുന്നത് ബാഹ്യതലങ്ങളിലേ അല്ല, മനസ്സിന്റെ തലങ്ങളിലാണ്. ആ മനസ്സിന്റെ തലങ്ങളിൽ വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. ആ മനസ്സിന്റെ തലങ്ങളിൽ ഈ പറയുന്ന പോലെ വലിയ കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. മനസ്സിന്റെ മണ്ഡലത്തിൽ ചിന്തയിലാണ് യുദ്ധം നടക്കുന്നത്. ചിന്താമണ്ഡലത്തിലാണ് യുദ്ധം നടക്കുന്നത്. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. എന്താണ് ഈ കോട്ടകൾ? അവിടെ അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവയാൽ, ആ കോട്ട എന്താണെന്ന് പറയാണ്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും എന്നുള്ളത് അവിടെ പ്രിറ്റൻഷൻസ് എന്ന് പറയുന്നുണ്ട്, ഇമാജിനേഷൻസ് എന്ന് പറയുന്നുണ്ട്. ആമേൻ. സങ്കല്പങ്ങളും തോന്നലുകളും പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ദൈവത്തോടുള്ള, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. അതോ എന്താണ് അവർ ചെയ്യുന്നത്? പിടിച്ചടക്കും. എവിടെയാണ് പിടിച്ചടക്കുന്നത്? ചിന്തയെ പിടിച്ചടക്കും. അപ്പോൾ ചിന്തകളുടെ കൂട്ടമാണ് സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. ചിന്തകൾ സമ്മേളിക്കുമ്പോഴാണ് സങ്കല്പമായി തരുന്നത്. ആ സങ്കല്പമാണ് കോട്ടയാകുന്നത്. എങ്ങനെയാണ് സങ്കല്പം കോട്ടയാകുന്നത് ഇവിടെ ഞാൻ പറയാം. ചിന്തകൾ സമ്മേളിക്കുമ്പോൾ ആ സമ്മേളിക്കുന്ന ചിന്തകൾ ആവർത്തിച്ച് ചിന്തിക്കും. ഒരു ചിന്ത സമ്മേളിച്ചു കഴിഞ്ഞാൽ ആവർത്തിച്ച് ചിന്തിക്കുവാനുണ്ട്. ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ ആര് കയറിയിരിക്കും എന്നറിയാമോ? ദുരാത്മാക്കൾ കയറിയിരിക്കും, ഡീമൺസ് കയറിയിരിക്കും. സങ്കല്പങ്ങളിൽ ഡീമൺസ് കയറിയിരിക്കുമ്പോഴാണ് അത് കോട്ടയായിത്തീരുന്നത്. ഭയം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ആ ഭയം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ സ്വാഭാവിക ഭയം. ആ സ്വാഭാവിക ഭയം സ്വഭാവത്തിന്റെ ഭയം. എന്നാൽ ആവർത്തിച്ചുണ്ടാകുന്ന ഫോബിയാസിന്റെ പിന്നിൽ സ്പിരിറ്റ്സും. ആ ചിന്തകൾ ആവർത്തിച്ചു വരുമ്പോൾ അത് സങ്കല്പമായി തീരുന്നു. സങ്കല്പമായി തീരുമ്പോൾ ആ സങ്കല്പത്തിൽ ഒരു ഡീമൺ കയറിയിരിക്കുകയാണ്. ആകുല ചിന്ത, ഭാവിയെ കുറിച്ചുള്ള ചിന്തയാകട്ടെ. അയ്യോ, എന്റെ ഭാവി എന്തായിത്തീരും. അപ്പൊ നാട്ടിലൊരു ഒരു കുട്ടിയുടെ, ഒരു 28 വയസ്സുള്ള കുട്ടി, കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നു, എന്റെ കല്യാണം, എന്റെ ഭാവി. ആ ചിന്തകൾ അവൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തകളുടെ കൂട്ടം ഒരു സങ്കല്പമായി തീരുന്നു. പിന്നീട് അവൾക്ക് ആ സങ്കല്പത്തെ അല്ലെങ്കിൽ ആ ചിന്തയെ ജയിക്കുവാൻ കഴിയാത്ത നിലയിൽ ചിന്തകൾ സങ്കല്പങ്ങളായിരിക്കുമ്പോൾ അവളുടെ വാതിലുകൾ തുറക്കുകയാണ്. അവളുടെ ചിന്തകളുടെ വാതിലുകൾ തുറക്കുമ്പോൾ ഒരു ഡീമണ് വളരെയധികം വേഗത്തിൽ കയറി ആ സങ്കല്പത്തിൽ കയറി ഇരിക്കുവാൻ കഴിയും. പിന്നെ ഇവൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഇവൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ആകുല ചിന്ത എന്ന് പറയുന്നത്. ആങ്ഷ്യസ് ആയി എപ്പോഴും ആകുല ചിന്ത അവളെ പീഡിപ്പിക്കുകയാണ്. എന്തായിത്തീരും, എനിക്കിത് വേണ്ട, ഞാനിത് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും ഇവൾക്ക് ചിന്തിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. കാരണം ഇതൊരു സങ്കല്പമായിരിക്കുന്നു. സങ്കല്പത്തിൽ ദുരാത്മാവ് വന്നിരിക്കുന്നു, ആകുല ചിന്തയുടെ ദുരാത്മാവ് വന്നിരിക്കുന്നതിനാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതൊരു കോട്ടയായി തീരുകയാണ്. ഒരു കോട്ടയായിട്ട് അത് തീരുന്നു. ആ കോട്ടയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഇടിച്ചു കളയുന്നു. നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുന്ന സങ്കല്പങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെ ആകുലപ്പെടുത്തുന്ന സങ്കല്പങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സങ്കല്പമാണെങ്കിൽ, കോട്ടയാണെങ്കിൽ, നിങ്ങൾ അതിനെ യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയണം. അതിനെ ഇടിച്ചു കളയുകയാണെങ്കിൽ, ഇടിച്ചു കളഞ്ഞാൽ, ഇടിച്ചു കളയുക മാത്രമല്ല, പിന്നീട് പൗലോസ് പറയുന്നത്
ക്രിസ്തുവിനെ. അതിൽ നിന്ന് ഇടിച്ചു കളയുന്നതിൽ നിന്ന് പൗലോസിന് ഒരു പരിചയം ലഭിച്ചു. കാര്യങ്ങൾ മനസ്സിലായതിൽ നിന്ന് പൗലോസ് പിന്നീട് ചെയ്യുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഏതു വിചാരവും അങ്ങോട്ട് പൊങ്ങി വരുമ്പോൾ തന്നെ പൗലോസ് എന്ത് ചെയ്യും? അതിനെ പിടിച്ചടക്കും. അപ്പൊ ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്ന വിചാരങ്ങളെ പിടിച്ചടക്കി നമ്മുടെ മനസ്സിനെ അങ്ങനെ ജയിക്കുക. നോക്കുക, ഈ ഭാഗങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവവചനത്തിന്റെ പ്രാധാന്യം, അന്യഭാഷയുടെ പ്രാധാന്യം. നിങ്ങൾ അന്യഭാഷ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പറയാൻ വേണ്ടി ഇരിക്കരുത്. തുടർമാനം അന്യഭാഷ പറയാൻ പഠിക്കണം. അന്യഭാഷ വളരെ പ്രയോജനപ്രദമാണ്. മനസ്സിന്റെ മണ്ഡലത്തെ നമുക്ക് ജയിക്കുവാൻ വളരെ പ്രയോജനപ്രദമാണ് അന്യഭാഷയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ദൈവം വചനം, ആ ഭാഗങ്ങൾ ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. ചിന്തകളെ ജയിക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവിക ഉപാധിയാണ് അന്യഭാഷ, ദൈവവചനം. ആമേൻ. ഈ അന്യഭാഷ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കുക, വാവും നമ്മൾ അന്യഭാഷ പറയും. നിങ്ങളെന്നാൽ ഹൃദയത്തിൽ പറയാൻ പഠിക്കണം. വാ തുറക്കാതെ പറയാൻ പഠിക്കണം. ഒന്ന് പരിശോധിച്ച് നോക്കുക, നമുക്കിങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ എന്ന്. ഹൃദയത്തിൽ അന്യഭാഷ പറയുവാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാ അനങ്ങാതെ നമുക്ക് അന്യഭാഷ പറഞ്ഞോണ്ടിരിക്കും. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വാ അനങ്ങാതെ നമുക്ക് ഹൃദയത്തിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അന്യഭാഷ ഹൃദയത്തിൽ പറയാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാതെ എല്ലാവരും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എടുക്കും. അതെ, നിങ്ങൾ MBBS പഠിക്കുന്ന ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ ഇയർ എക്സാമിന് ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കത്തില്ലേ? എന്നതുപോലെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ജീവനും മരണവും പോലെ നിങ്ങൾ ഏറ്റെടുക്കണം. ഈ ദിവസങ്ങളിൽ അഭിഷേകം പ്രാപിക്കണം. യൗവനക്കാരായിട്ടുള്ള ഒരു ഒറ്റയാൾ പോലും അഭിഷേകം പ്രാപിക്കാതിരിക്കരുത്. പ്രായമുള്ളവർ എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകം പ്രാപിക്കുക മാത്രമല്ല, കർത്താവ് ആ അഭിഷേകത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാവിധമാകുന്ന ദൈവിക മൂല്യങ്ങളെയും നാം പ്രയോജനപ്പെടുത്തണം. അന്യഭാഷ മനസ്സിൽ തന്നെ, ഹൃദയത്തിൽ തന്നെ അന്യഭാഷയിൽ സംസാരിക്കുവാൻ നാം പഠിക്കണം. അന്യഭാഷയിൽ നാം തുടർമാനം സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്താരീതിക്ക് മാറ്റം വരും. ചിന്താരീതി റീപ്രോഗ്രാം ചെയ്യുവാനിട വരും. ഇവിടെ ഏറ്റവും വലിയ ഗുണകരമാകുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ ഡിവിഷൻ നടന്നിരിക്കുന്നത് കൊണ്ട്, സ്പിരിറ്റ്, സോള് ആൻഡ് ബോഡി ആയിട്ട് ഡിവിഷൻ നടന്നിരിക്കുന്നു. ആ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക മനുഷ്യരെക്കാൾ നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയും. എവിടെ? ഏത് രാജ്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ലോക മനുഷ്യരെക്കാൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് 3 കാര്യം, ദയവായി എന്നോട് ക്ഷമിക്കുക, 3 കാര്യം ഒരേ സമയം ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ സ്പിരിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുവാൻ കഴിയും. നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, ഇന്റലക്ട് കൊണ്ട് നിങ്ങൾക്ക് ആ ജോലിയിൽ ശ്രദ്ധിക്കുവാൻ കഴിയും. നിങ്ങളുടെ കൈ ഉണ്ടെങ്കിൽ, നിങ്ങൾ പേന കൊണ്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ കൈ കൊണ്ട് അത് ചെയ്യാൻ കഴിയും. വേറെ നിലയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ദൈവവചനാണെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുവാൻ കഴിയും. നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് ദൈവവചനം ചിന്തിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയും. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾക്ക് ദോശ ചൂടുവാൻ കഴിയും. ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൽ പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരൊക്കെ ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയവരാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മയും കർത്താവ് അതിൽ പ്രയോജനപ്പെടുത്തുവാൻ വിശ്വസ്തനാകുന്നു. ആമേൻ. അന്യഭാഷ നിശബ്ദമായി പറയുവാൻ പഠിക്കുക. ഒരു വാതുറന്ന് അല്പസം അന്യഭാഷ പറഞ്ഞു. പരിശുദ്ധാത്മാവിഷ പറഞ്ഞ വാതുറന്ന് അന്യഭാഷ. അല്പസം കണ്ണു തുറന്ന നോക്കി നമ്മളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നമ്മൾ കൈയടിക്കും, തുള്ളിയെന്നിരിക്കും, ചാടിയെന്നിരിക്കും, ഒക്കെ ചെയ്യുന്നിരിക്കും. എന്നാൽ അങ്ങനെ എപ്പോഴും വേണമെന്നില്ല. ഓഫീസിലായിരിക്കുമ്പോൾ നമുക്ക് തുള്ളാനോ ചാടാനോ ഒക്കുകയില്ല. മലയാളം പറയാൻ വേണ്ടി നമ്മൾ തുള്ളാറോ ചാടാറോ ഉണ്ട്. നമുക്ക് നിന്നുകൊണ്ട് മലയാളം പറയാൻ കഴിയും എന്ന് പറയുന്നത് പോലുള്ള സ്വർഗീയ ഭാഷയാണിത്.
യാതൊരു ശരീര ചലനവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും. കണ്ണു തുറന്ന് പറയുന്നുണ്ട്. Amen. Praise the Lord. Hallelujah. Hallelujah. ഇനി ഒരു അത്ഭുതം ഈ വാ തുറന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ചൂണ്ടാനെങ്ങനെയുണ്ട്, ഹൃദയത്തിൽ അന്യഭാഷ പറയാൻ ശ്രമിച്ചു. യെസ്, നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തയുടെ ഒരു വലിയ വിജയത്തെ കർത്താവ്. അപ്പോൾ ഈ ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. സങ്കല്പങ്ങൾ തുടങ്ങുന്നത് ചിന്തകളാണെങ്കിൽ ഈ സങ്കല്പങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് വേറൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം, ധ്യാനം. ദൈവവചനത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ധ്യാനം എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിൽ തന്നെ 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ വചനത്തിൽ, യഹോവയുടെ വചനത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ധ്യാനം, നമ്മുടെ മനസ്സൊരിക്കലും ചിന്തിക്കാതിരിക്കുക, ഒരു ആക്റ്റീവായി നിശബ്ദമായി ഒരിക്കലും മനസ്സിരിക്കുകയാണ്. ഇനാക്റ്റീവായിട്ട് മനസ്സൊരിക്കലും ഇരിക്കും. എപ്പോഴും മനസ്സ് ആക്റ്റീവായിരിക്കും. ആ ആക്റ്റീവാകുന്ന മനസ്സിനെ കൊണ്ട് നമുക്ക് അന്യഭാഷ പറയും. നമ്മുടെ സ്പിരിറ്റിന്റെ സഹായത്തോടു കൂടെ അന്യഭാഷ കൊണ്ട് വേണമെങ്കിൽ മനസ്സിനെ നിറയ്ക്കുവാൻ കഴിയും. അതോടൊന്നിച്ച് തന്നെ മറ്റൊരു ഉപാധിയാണ് ദൈവവചനം ചിന്തിക്കുവാൻ കഴിയും. വേറെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ ശ്രമിക്കണം. നമ്മുടെ ചിന്തകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ജോലിയുടെ ചിന്തകൾ കയറി വരുന്നുണ്ട്, ആവശ്യമാണ്. ഭാവിയുടെ ചിന്തകൾ ചിലപ്പോൾ കടന്നു വരും. സാമ്പത്തികത്തിന്റെ കാര്യങ്ങൾ കയറി വരും. പല കാര്യങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കയറി വരും. അതൊക്കെ വരുമ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ പ്രായോഗിക തലത്തിൽ നിർത്തേണ്ടത് ആവശ്യമാണ്. അപ്രായോഗികമായി പോകരുത്. ഇപ്പൊ ജോലിയുടെ തലത്തിൽ വരുമ്പോൾ ഒരു ഭയത്തെ അവിടെ അനുവദിക്കരുത്. എന്തായി തീരുമെന്നുള്ളൊരു ചോദ്യത്തെ അവിടെ അനുവദിക്കരുത്. അവിടെ പ്രായോഗികമായി ചിന്തിക്കണം. അതിൽ ഉള്ള കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം അതിനെ പ്രായോഗികമാക്കണം. തിന്മയെ അതിനകത്ത് കൊണ്ടുവരരുത്. അതെ, നിങ്ങൾക്ക് ആ മേഖലയിൽ അത് പരിചയം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. രണ്ടാമത്, ആ ചിന്തകൾ എപ്പോഴും വേണ്ട. ഇപ്പൊ ജോലിയുടെ കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു ചിന്തിച്ചു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞു. അതിൽ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും അത് ആവർത്തിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ആവർത്തിച്ച് ചിന്തിക്കുന്നത് ധ്യാനമായി തീരുകയാണ്. ആവർത്തിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നല്ല ചിന്തകൾ കൊണ്ടുവരിക, ഇല്ല എങ്കിൽ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവവചനം ചിന്തിക്കാൻ തുടങ്ങുക. അല്പം ബുദ്ധിമുട്ടാണ്, എന്നാലും ശ്രമിക്കുക. യോശുവയുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. This book of the law shall not depart from your mouth. Yes. But you shall meditate it day and night. Day and night. പ്രായോഗികമാകുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. Day and night. വായിക്കുക താഴോട്ട്. ഒരു വാക്യം. That you may observe to do according to all that is written in it. Yeah. For then you will make your way prosperous, and Amen. then you will have good success. Yes, praise the Lord. Hallelujah. So ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് സക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രോസ്പെരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യമുള്ള ഒരു ജീവിതം എന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാം. ദൈവാനുഗ്രഹമുള്ളൊരു ജീവിതം. ദൈവാനുഗ്രഹമുള്ള ജീവിതം നയിക്കണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. യെസ്, ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദൈവാനുഗ്രഹമുള്ളവരായി തീരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഓവർഫ്ലോ ചെയ്യുവാനിടത്. നമ്മിലുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫ്ലോ ചെയ്യുവാനിടത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് അനുഗ്രഹിക്കുവാൻ കഴിയും. നിങ്ങളുടെ ഈ ജീവിതം കൊണ്ട്, എനിക്കിനി ശേഷിച്ചിരിക്കുന്ന ജീവിതം കൊണ്ട് 10,000 ആളുകളെ ഒരു നിലയിലെങ്കിലും ആശ്വസിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനും കഴിയും. ആത്യന്തികമായി കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ആ ദൈവാനുഗ്രഹമുള്ള ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധ്യാനം എന്ന് പറയുന്നത്. രാപ്പകൽ ധ്യാനിക്കുക. ആ ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഏറ്റവും വേഗത്തിൽ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്ന ദൈവവചനമാണ്.